പ്രൊഡക്റ്റിന്റെ ഫസ്റ്റ് പാർട്ടിന്റെ വമ്പൻ വിജയത്തിന് ശേഷം 1990-ൽ ഡാനി ഗ്ലോവർ നായകനായി പുറത്തു വന്ന സയൻസ് ഫിക്ഷൻ മൂവിയാണ് പ്രൊഡക്റ്റർ 2. ഫസ്റ്റ് പാർട്ടിനെ തുടർച്ചയല്ല പ്രൊഡക്റ്റർ 2ലെ സ്റ്റോറി. ഇത്തവണ പ്രൊഡക്റ്റർ വേട്ടയ്ക്കിറങ്ങുന്നത് സിറ്റിക്കുള്ളിലേക്കാണ്. തന്റെ മുന്നിൽ പെടുന്ന ഒട്ടുമിക്ക പേരെയും പ്രൊഡക്റ്റർ കൊന്നു തള്ളുന്നുണ്ട് ഈ മൂവി. നിങ്ങൾ ഇതേവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാതെ ബെല്ലൈക്കൽ ഓൾ എന്ന ഓപ്ഷൻ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് മൂവിയിലോട്ട് പോകാം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് സിറ്റിയുടെ ഹൃദയഭാഗത്ത് വെച്ച് പോലീസുകാരും ക്രിമിനൽസും തമ്മിൽ വലിയൊരു ഏറ്റുമുട്ടൽ നടക്കുന്നതായിട്ടാണ്. സ്മഗ്ലിംഗ് ഗ്യാങ്ങിന്റെ തോക്കുകൾക്ക് മുന്നിൽ പോലീസുകാർക്ക് പിടിച്ചു നിൽക്കാനേ സാധിക്കുന്നില്ല. നിരവധി പോലീസുകാർ വെടിയേറ്റ് താഴേക്ക് വീഴുകയും ചെയ്തു. പരിക്കേറ്റവരെ സ്പോട്ടിൽ നിന്ന് മാറ്റുവാൻ പോലും മറ്റുള്ളവർക്ക് സാധിക്കുന്നതേയില്ല. ഇതേസമയം പോലീസ് ഓഫീസർ ഡാനി തന്റെ കാറുമായിട്ട് അവിടെ പാഞ്ഞെത്തിയ ശേഷം അതേ കാർ ഉപയോഗിച്ച് തന്നെ പരിക്കേറ്റ പോലീസുകാരെ കവർ ചെയ്തുകൊണ്ട് ആ ക്രിമിനൽസിന് നേരെ ഫയർ ചെയ്യാൻ തുടങ്ങി. അയാളുടെ കൃത്യമായ ഗൺ ഷോട്ടുകളിൽ സ്മഗ്ലിംഗ് ഗ്യാങ്ങിലെ പലർക്കും വെടിയേൽക്കുകയും ചെയ്തു. അവശേഷ ക്രിമിനലുകൾ കൂടുതൽ ആയുധങ്ങൾ എടുക്കുവാനായി തങ്ങളുടെ ബിൽഡിങ്ങിനുള്ളിലേക്ക് ഓടിക്കയറി. അവർ ആയുധങ്ങൾ റീലോഡ് ചെയ്യുന്നതിനിടയിൽ താഴെ ഹീറോ തന്റെ സഹപ്രവർത്തകരോടൊപ്പം സ്മഗ്ലിംഗ് ഗ്യാങ്ങിനെ അവരുടെ ബിൽഡിങ്ങിനുള്ളിൽ കയറി അറ്റാക്ക് ചെയ്യാനുള്ള പ്ലാനിലാണ്. പെട്ടെന്നാണ് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ആ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ നിന്നും നിരവധി വെടിവെച്ചുകൾ കേട്ടത്. കൂടെ ആരുടെയൊക്കെ കരച്ചിലുകളും. ഒന്നും മനസ്സിലാക്കാതെ ഹീറോ തന്റെ ടീമുമായി ബിൽഡിങ്ങിനുള്ളിലേക്ക് കയറി. അവർക്കവിടെ കാണാൻ കഴിഞ്ഞത് ക്രിമിനലുകളിൽ ഒരുത്തൻ ആരുടെയോ നേരെ തുടർച്ചയായി ഫയർ ചെയ്തുകൊണ്ട് ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് പേടിച്ച് ഓടുന്നതായിട്ടാണ്. അവന്റെ പിന്നാലെ ഓടി ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകളിൽ വരെ ഹീറോ എത്തി. അവിടെ ഗണ്ണുമായിട്ട് എന്തിനോ ലക്ഷ്യം വെച്ച് നിൽക്കുകയാണ് അവൻ. അയാളോട് ഗൺ താഴെയായിട്ട് കീഴടങ്ങാൻ പറഞ്ഞെങ്കിലും ഹീറോയുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ അവൻ മുകളിലേക്ക് നോക്കി വീണ്ടും ഫയർ ചെയ്യാൻ തുടങ്ങിയതോടെ ഹീറോ അവനെ വെടിവെച്ച് താഴേക്കിട്ടു. മുകളിലേക്ക് നോക്കി അവൻ ആരെയായിരിക്കും വെടിവെച്ചിട്ടുണ്ടാകുക? ആ ഡയറക്ഷനിലേക്ക് ഡാനി നോക്കിയപ്പോൾ കണ്ടത് അവിടെ ഏകദേശം 8 അടിയോളം ഉയരമുള്ള അവ്യക്തമായ രൂപം നിൽക്കുന്നതായിട്ടാണ്. ഹീറോയെ കണ്ടത് ആ രൂപം അവിടെ നിന്ന് എങ്ങോട്ടേക്കോ ഓടി മറഞ്ഞു. ഉയരം പേടിയുള്ള ഡാനി ക്രിമിനലുകളെ ഫോളോ ചെയ്ത് അറിയാതെയാണ് ബിൽഡിങ്ങിന്റെ ടോപ്പിൽ എത്തിയത്. അവിടെ നിന്ന് ഒരുവിധം താഴെ ഇറങ്ങിയ അയാൾ തന്റെ ടീമുമായി ചേർന്ന് ബിൽഡിങ്ങിനുള്ളിൽ എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിച്ചു. ആ സ്മഗ്ലിംഗ് ഗ്യാങ്ങിൽ ഒരാളെ പോലും ബാക്കി വയ്ക്കാതെ എല്ലാവരെയും ആരോ വളരെ ക്രൂരമായിട്ട് കൊന്ന് കെട്ടിത്തൂക്കി ഇട്ടേക്കുന്നതാണ് അവർക്ക് അവിടെ കാണാൻ സാധിച്ചത്. ഇവർ പരസ്പരം വെടിവെച്ചതാണോ അതോ ആരെങ്കിലും ഇവിടെ വന്ന് ഇവരെയെല്ലാം കൊന്നിട്ട് പോയതാണോ? ഇതിനിടയിൽ താൻ മുകളിൽ കണ്ട അവ്യക്തമായ രൂപം എന്തായിരിക്കും? അങ്ങനെ നിരവധി ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഹീറോയുടെ മനസ്സിൽ ഉയർന്നു വന്നു. ബിൽഡിങ്ങിന്റെ താഴെ എത്തിയ ഹീറോയെ കാണാനായി അദ്ദേഹത്തിന്റെ ഹെഡ് അവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഈ കേസ് ഇനി നിങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ട ആവശ്യമില്ല, FBI നോക്കിക്കൊള്ളുമെന്ന് ഹെഡ് ഡാനിയോട് പറഞ്ഞു. ജീവൻ വരെ പണയം വെച്ച് ഈ ഗ്യാങ്ങിനെ എല്ലാം വകവരുത്തിയ ശേഷം കേസ് FBI വിട്ടത് ഡാനിക്ക് അത്ര ഇഷ്ടപ്പെട്ടതേയില്ല. കേസ് FBI അന്വേഷിക്കട്ടെ, പക്ഷെ ഞാൻ എൻ്റേതായ രീതിയിൽ അന്വേഷിക്കുമെന്ന് പറഞ്ഞു ഹീറോ ദേഷ്യത്തിൽ അവിടുന്ന് തന്റെ സ്റ്റേഷനിലേക്ക് പോയി. സ്റ്റേഷനിലാണെങ്കിലോ ആ സിറ്റിയിലുള്ള ഒരുവിധം എല്ലാ ക്രിമിനലുകളും കൂടി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിൽ നിന്നൊരു യുവാവ് കയ്യിലൊരു പേപ്പറുമായിട്ട് ഹീറോയുടെ അടുക്കലേക്ക് വന്നു. നീ കുറച്ചു നേരം അവിടെ നിന്ന് വെയിറ്റ് ചെയ്യ്, ഞാനിപ്പോൾ ഇവിടെ എത്തിയതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഡാനി തന്റെ ക്യാബിനുള്ളിലേക്ക് പോയി. ഇതേ സമയം അവിടെ ഇത് ഡാനിയുടെ അസിസ്റ്റന്റ് പറയുകയാണ്, നമ്മുടെ സ്റ്റേഷനിലേക്ക് ഒരുത്തൻ ട്രാൻസ്ഫർ ചോദിച്ചു വാങ്ങി വന്നേക്കുകയാണ്, സാറിനെ കാണാൻ വേണ്ടി പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ശരി, എന്നാൽ അവനെ അകത്തേക്ക് വിളിക്കാൻ ഡാനി പറയുകയും ചെയ്തു. ജെറി എന്നാണ് അവന്റെ പേര്. ഡാനി അവനോട് ചോദിച്ചു, ആരും ഇങ്ങനൊരു സ്റ്റേഷനിലേക്ക് അപ്പോയിൻമെന്റ് കിട്ടാൻ ആഗ്രഹിക്കാറേയില്ല, പിന്നെ എന്തുകൊണ്ടാണ് നീ ഇവിടേക്ക് ട്രാൻസ്ഫർ ചോദിച്ചു വാങ്ങിയത്? സാർ, ഈ സ്റ്റേഷൻ അതിർത്തിയിലാണ് ഏറ്റവും കൂടുതൽ ക്രൈം നടക്കുന്നത് എനിക്കറിയാം. ഇങ്ങനെയുള്ള സ്ഥലത്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എൻ്റെ മിടുക്ക് പെട്ടെന്ന് തന്നെ തെളിയിക്കാൻ സാധിക്കും എന്ന് ജെറി ഡാനിയോട് പറഞ്ഞു. ജെറിയുടെ ആത്മാർത്ഥത ഇഷ്ടപ്പെട്ട ഡാനി തന്റെ ടീമിൽ അവനെയും കൂടെ ഉൾപ്പെടുത്തി. ജെറിയെ കൂടാതെ ഹീറോയുടെ ടീമിൽ മറ്റ് 2 പേര് കൂടിയുണ്ട്. ഹീറോയുടെ അസിസ്റ്റന്റായ റൂബനും ലിയോൺ എന്ന ലേഡി ഓഫീസറും. ഇതേസമയം കേസിന്റെ ഡീറ്റെയിൽ കളക്ട് ചെയ്യുവാൻ FBI ഹീറോയുടെ സ്റ്റേഷനിൽ എത്തുകയും ചെയ്തു. താല്പര്യമില്ലാതെയായിരുന്നു ഡാനി FBI സഹകരിച്ചത് തന്നെ. അന്ന് രാത്രിയിൽ ഒരു സ്മഗ്ലിംഗ് ലീഡറുടെ വീട്ടിൽ കുറച്ചു പേർ അതിക്രമിച്ച് കയറി. അയാളുടെ കാവൽക്കാരെയൊക്കെ വകവരുത്തിയ ശേഷം അയാളെ അവർ തലകീഴെ കെട്ടിത്തൂക്കിയിട്ടു. പിന്നീട് അയാളുടെ നെഞ്ചിൽ എന്തോ മാർക്ക് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് അവന്റെ കാമുകി നോക്കി നിൽക്കെ തന്നെ അവന്റെ നെഞ്ചിൽ അവർ കത്തി കുത്തിയിറക്കി. അതോടെ അയാളുടെ കഥയും കഴിഞ്ഞു. കൊലയാളികൾ തട്ടഹസിച്ചിരിക്കവേ അതിൽ ഒരുത്തിന്റെ നെഞ്ചി പിളർന്നുകൊണ്ട് ഒരു പ്രൊഡക്റ്റർ ഷോട്ട്. തങ്ങളെ ആക്രമിക്കുന്ന ആരാണെന്നറിയാതെ ചുറ്റുപാടും അവർ തുരതുര വെടിവെക്കാൻ തുടങ്ങി. പക്ഷെ പ്രൊഡക്റ്റിന്റെ നെറ്റ് ഗണ്ണിന് ഇരേകനായിരുന്നു അതിലൊരുവന്റെ വിധി. അതോടെ അവന്റെ ബോഡി പീസായി കട്ടായിപ്പോയി. ആദ്യമായിട്ട് ആ ക്രിമിനൽസിന്റെ മുഖത്ത് മരണഭയം കണ്ടു. കോമ്പി സ്റ്റിക്ക് കൊണ്ട് പ്രൊഡക്റ്റർ മൂന്നാമന്റെ നെഞ്ചിൽ കുത്തിയിറക്കി. അതോടെ അവന്റെ കഥയും കഴിഞ്ഞു. അവസാനം അവിടെ ജീവനോട് അവശേഷിച്ച ക്രിമിനലും പ്രൊഡക്റ്ററും മുഖാമുഖം വന്നു. അവൻ അലറിക്കൊണ്ട് പ്രൊഡക്റ്റിന് നേരെ പാഞ്ഞെടുത്തതും ബ്രിസ് ബ്ലേഡ് യൂസ് ചെയ്തുകൊണ്ട് സിമ്പിളായിട്ട് പ്രൊഡക്റ്റർ അവന്റെ കഥയും കഴിച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ട് മരണഭയത്താൽ മരവിച്ച അവസ്ഥയിൽ കൊല്ലപ്പെട്ട ഗ്യാങ് ലീഡറിൽ അവർ പേടിച്ചൊളിച്ചിരിക്കുകയാണ് ഒരു മൂലയിൽ. കുറച്ചു കഴിഞ്ഞപ്പോൾ സംഭവ സ്ഥലത്തേക്ക് ഹീറോയിൻ ടീമും പാഞ്ഞെത്തി. അപ്പോഴേക്കും അവിടെ മാകെ പത്രക്കാരൻ ജനങ്ങളും തടിച്ചു കൂടിയിരുന്നു. ഈ കേസും FBI ഹാൻഡിൽ ചെയ്യുമെന്ന് പറഞ്ഞ് ഹീറോയിൻ ടീമിനെയും അതിനുള്ളിലേക്ക് ചില ഉദ്യോഗസ്ഥർ കടത്തിവിട്ടില്ല. എന്നാലും അതൊന്നും മൈൻഡ് ചെയ്യാതെ ഹീറോ തന്റെ ടീമുമായിട്ട്
ക്രൈം നടന്ന സ്ഥലത്തേക്ക് പോയി. അവർക്ക് അവിടെ കാണാൻ കഴിഞ്ഞത് തോലുരിഞ്ഞ നിലയിൽ കൊന്നു കെട്ടിത്തൂക്കിയ കുറേ മനുഷ്യ ശരീരങ്ങളെയാണ്. ആരായിരിക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക? ഇന്ന് പകൽ ഞാൻ കണ്ട ആ അദൃശ്യ രൂപത്തിനും ഈ സംഭവവുമായി എന്തെങ്കിലും ബന്ധമുണ്ടാകുമോ എന്ന് ഹീറോയ്ക്ക് ഡൗട്ടുണ്ടായി. അതിനുള്ളിൽ നിന്നും അവർക്ക് ജീവനോടെ കണ്ടെത്താൻ കഴിഞ്ഞത് ഒരു സ്ത്രീയെ മാത്രമാണ്. അവളാണെങ്കിൽ പേടിച്ച് പിച്ചും പേയും പറയുന്നുണ്ട്. ഇതേസമയം റൂബനാകട്ടെ സീലിംഗിൽ ഏതൊരു വസ്തു തറച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുകയും ചെയ്തു. അപ്പോഴേക്കും അവിടെ FBI ഓഫീസർമാർ എത്തിയിരുന്നു. ഈ കേസ് ഞങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതാണ്, അതുകൊണ്ട് ഇപ്പോൾ തന്നെ ക്രൈം സ്പോട്ടിൽ നിന്ന് പോകണം, ഡാനിയോട് അവർ ആവശ്യപ്പെടുകയും ചെയ്തു. സ്മഗ്ലിംഗ് ഗ്യാങ്ങിന്റെ എല്ലാ കേസുകളിലും ലോക്കൽ പോലീസിനെ ഒഴിവാക്കി FBI ഇടപെടുന്നതിൽ ഡാനിക്ക് സംശയമുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങൾ ഒളിക്കുവാൻ അവർ ശ്രമിക്കുന്ന പോലെ അവന് തോന്നി. ഉടനെ തന്നെ ഹീറോ ഇവർ ഇവിടെ നിന്ന് കണ്ടെത്തിയ ലേഡിയെ എങ്ങോട്ടേക്കാണ് FBI കൊണ്ടുപോകുന്നതെന്ന് വാച്ച് ചെയ്യുവാൻ ജെറിയെ ഏർപ്പാടാക്കി. കുറച്ചു കഴിഞ്ഞതും തിരികെ വന്ന ജെറി ഡാനിയോട് പറഞ്ഞു, ആ ലേഡി അവർ ഹോസ്പിറ്റലിലേക്കേ അല്ല കൊണ്ടുപോയത്, ദൂരെ എങ്ങോട്ടേക്കോ ഹെലികോപ്റ്ററിൽ കയറ്റി കൊണ്ടുപോകുന്നതാണ് ഞാൻ കണ്ടത്. ഇതുകൂടി കേട്ടപ്പോൾ ഹീറോയ്ക്ക് കൺഫേമായി FBI എന്തോ രഹസ്യമായിട്ട് ചെയ്യുന്നു എന്ന്. അത് എന്തായാലും തനിക്ക് കണ്ടുപിടിച്ചേ പറ്റൂ എന്നവൻ തീരുമാനിച്ചു. ഈ സമയം റൂബൻ ആരും കാണാതെ ക്രൈം സ്പോട്ടിൽ താൻ നേരത്തെ സീലിംഗിൽ കണ്ട വസ്തു എടുക്കാനായി പോയി. ഒരുവിധം അവൻ സീലിംഗിൽ വലിഞ്ഞു കയറുകയും ചെയ്തു. ആ മെറ്റൽ പാട്ട് എടുത്തതും തൊട്ട് പിന്നിൽ നിന്നും അവനെ പ്രെഡേറ്റർ ആക്രമിച്ചു. അതോടെ റൂബന്റെ കഥയും കഴിഞ്ഞു. തൻ്റെ അസിസ്റ്റന്റിന്റെ മരണം ഡാനിക്ക് വലിയൊരു ഷോക്കായിരുന്നു നൽകിയത്. കേസിൽ ഇടപെടരുതെന്ന് പറഞ്ഞിട്ട് പോലും അതിൽ ഇടപെട്ടതിൽ ഹീറോയ്ക്ക് ഹെഡ് ഓഫീസിൽ നിന്നും വാണിംഗും കിട്ടി. റൂബന്റെ ബോഡിയിൽ നിന്നും ഡാനിക്ക് ഒരു മെറ്റൽ പാർട്ട് ലഭിക്കുകയുണ്ടായി. അത് പരിശോധിച്ചപ്പോഴാണ് ഹീറോ ശരിക്കും ഞെട്ടിയത്. അതിലടങ്ങിയിരിക്കുന്ന ഒരു ലോഹവും നമ്മുടെ ഭൂമിയിലുള്ളതല്ല എന്ന് വെച്ചാൽ താൻ അന്വേഷിക്കുന്നത് ഒരു ഏലിയനെയാണെന്ന് അപ്പോഴാണ് ഹീറോയ്ക്ക് മനസ്സിലായത്. ഡിപ്പാർട്ട്മെന്റിന്റെ സൈഡിൽ നിന്നും തനിക്കൊരു സഹായവും കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ഹീറോ റൂബനെ കൊന്ന ഏലിയനെ വകവരുത്താനായി സിറ്റിയിലുള്ള വലിയൊരു സ്മഗ്ലിംഗ് കിങ്ങിനെ കാണാൻ തീരുമാനിച്ചു. അതിന് കാരണം ആ സ്മഗ്ലിംഗ് കിങ്ങിന്റെ കീഴിലുള്ള 2 ഗ്രൂപ്പുകളെ വകവരുത്തിയത് ഈ ഏലിയനാണെന്ന് ഹീറോയ്ക്ക് നല്ലവണ്ണം അറിയാം. എന്ന് വെച്ചാൽ ശത്രുവിന്റെ ശത്രു മിത്രമാണ്. അന്ന് രാത്രിയിൽ ഡാനിയുടെ അടുക്കലായി സ്മഗ്ലിംഗ് ഗ്യാങ്ങിന്റെ കാർ വന്ന് നിന്നതും അതിൽ കയറി ഡാനി കിങ് വില്ലിയെ കാണാനായി പുറപ്പെട്ടു. കുറച്ചകലെ ആളൊഴിഞ്ഞ തെരുവിൽ ഡാനിയെ ഡ്രോപ്പ് ചെയ്തിട്ട് കാർ അവിടെ നിന്ന് തിരികെ പോയി. ആ തെരുവിൽ കിങ് വില്ലി ഡാനിയെ കാത്തു നിൽപ്പുണ്ട്. ഒറ്റ നോട്ടത്തിൽ ഒരു മന്ത്രവാദിയുടെ ലുക്കുള്ള കിങ് വില്ലിയോട് ഡാനി ചോദിച്ചു, എൻ്റെ ആളെ കൊന്നതും നിങ്ങളുടെ ആളുകളെ കൊന്നതും ഒരാളാണ്, അത് ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? നിഗൂഢതകൾ നിറഞ്ഞ മുഖഭാവത്തോടെ വില്ലി അവനോട് പറഞ്ഞു, നരകത്തിൽ നിന്ന് വന്ന ഒരു പിശാചാണവൻ, നിന്നെക്കൊണ്ട് അവൻ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അവൻ നിന്നെ തേടി വരുന്നതിന് മുന്നേ എവിടെയെങ്കിലും പോയി ഒളിച്ചോളൂ, നീ അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. വെറുതെ ഇവിടം വരെ വന്ന് സമയം വേസ്റ്റാക്കിയതിൽ നിരാശനായ ഡാനി അവിടെ നിന്ന് തിരികെ പോയി. ഡാനി അവിടെ നിന്ന് പോയി കഴിഞ്ഞതും ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നും എന്തോ ഒന്ന് താഴേക്ക് ചാടി. ആ അദൃശ്യരൂപം പതുക്കെ നടന്ന് വില്ലിക്ക് നേരെ വന്നു. പക്ഷെ വില്ലി പേടിച്ച് ഓടിപ്പോകാതെ തൻ്റെ വാൾ ഊരിപ്പിടിച്ച് പ്രെഡേറ്ററെ നേരിടാൻ തയ്യാറായി നിൽക്കുകയാണ് ചെയ്തത്. കുറച്ചു കഴിഞ്ഞതും ഒരു അലർച്ച അവിടെ ആകെ മുഴങ്ങിക്കേട്ടു. കിങ് വില്ലിയുടെ വെട്ടിയുടെ തലയുമായി പ്രെഡേറ്റർ പതുക്കെ നടന്നു നീങ്ങി. വേറെ ഏതെങ്കിലും രീതിയിൽ ആ ഏലിയനെ പിടിക്കാൻ തീരുമാനിച്ച ഹീറോ ജെറിയും ലിയോണയും ഒരു ട്രെയിൻ പിടിച്ച് താൻ നിൽക്കുന്ന ഇടത്തേക്ക് വരാൻ പറഞ്ഞു. അതനുസരിച്ച് 2 പേരും ഒരു സബ്വേ ട്രെയിനിൽ ഹീറോ അടുക്കിലേക്ക് തിരിച്ചു. ട്രെയിനുള്ളിലാകട്ടെ കുറച്ച് കള്ളന്മാർ തോക്ക് ചൂണ്ടി ഒരുത്തനെ കൊള്ളയടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ചുറ്റുമുള്ള യാത്രക്കാരിൽ പലരും അവരുടെ തോക്കുകൾ എടുത്ത് ആ ഗ്യാങ്ങിന് നേരെ ചൂണ്ടി. ഇതെല്ലാം കണ്ട ജെറിയും ലിയോണയും അവിടുത്തെ സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കവേ ഈ ട്രെയിനിന് മുകളിൽ പതിക്കുന്ന പ്രെഡേറ്റർ ട്രെയിൻ തകർത്ത് അകത്തേക്ക് വന്നു. ആദ്യം അവൻ വകവരുത്തിയത് ആ പിടിച്ചുപറിക്കാരെയാണ്. എല്ലാവരെയും വെട്ടിയും കുത്തിയും അവൻ കൊന്നു തള്ളി. എന്നിട്ടും കലിയടങ്ങാതെ അവൻ മുന്നിൽപ്പെടുന്ന യാത്രക്കാരെയൊക്കെ കൊല്ലാൻ തുടങ്ങി. ഇതേസമയം ലിയോണ മറ്റു യാത്രക്കാരെ സുരക്ഷിതമായ ബോഗികളിലേക്ക് മാറ്റുന്നുണ്ട്. പക്ഷേ ജെറി ധൈര്യപൂർവ്വം ആ പ്രൊഡക്റ്റിന് നേരെ ഫയർ ചെയ്തുകൊണ്ടേയിരുന്നു. ട്രെയിനുള്ളിലാകെ പേടിച്ച് വിരണ്ട മനുഷ്യരുടെ കരച്ചിലുകൾ മാത്രം. ജെറിയുടെ കയ്യിലെ തോക്കിൽ അവസാന ഷോട്ടും കഴിഞ്ഞു. എന്നിട്ടും പ്രൊഡക്റ്റിനെ നേടാൻ നിന്ന അവനെ ആ ജന്തു വലിച്ച് ദൂരേക്ക് എറിഞ്ഞു കളയുകയാണ് ചെയ്തത്. ലിയോണ ഒരുവിധം ട്രെയിനിന്റെ ചെയിൻ വലിച്ചു നിർത്തിയിട്ട് യാത്രക്കാരെ എല്ലാം പുറത്തേക്ക് ഇറക്കാൻ തുടങ്ങി. എന്നിട്ടവൾ ജെറിയെ തിരക്കി പിന്നിലേക്ക് പോയി. അവളെ തുറന്നു കിടക്കുന്ന ട്രെയിൻ വാതിൽ കൂടി അകത്ത് കയറിയവൾ കണ്ടത് തലകീഴായി കെട്ടിത്തൂക്കിയിട്ടേക്കുന്ന ജെറിയെയാണ്. പേടിച്ചു പോയവൾ പിന്നിലേക്ക് നടന്നതും പ്രൊഡക്റ്റർ അവളുടെ കഴുത്തിൽ പിടിച്ച് പൊക്കിയെടുത്തു. സബ്വേ സ്റ്റേഷനിൽ പോലീസുകാരെയും പത്രക്കാരെയും കൊണ്ട് നിറഞ്ഞു. അവിടെ പാഞ്ഞത്തെ ഹീറോ കാണുന്നത് സ്ട്രക്ചറിൽ കൊണ്ടുപോകുന്ന ലിയോണയെയാണ്. ഭാഗ്യത്തിന് അവൾക്ക് ജീവനുണ്ട്. ഉടനെ തന്നെ അവൻ ജെറിയെ തേടി സബ്വേ ട്രെയിനുള്ളിലേക്ക് പോയി. അവിടെയുള്ള ഓരോ ബോഡിയും പരിശോധിച്ച ഡാനിക്ക് ജെറിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് ട്രെയിനിന്റെ പിന്നിലേക്ക് ഓടിയ ഡാനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞത് അല്പം അകലെയായി ജെറിയുടെ തല നട്ടലോടുകൂടി പറിച്ചെടുക്കുന്ന പ്രൊഡക്റ്ററിനെയാണ്. അലറിക്കൊണ്ടവൻ ഗണ്ണുമായിട്ട് അതിനെ പിന്നാലെ പാഞ്ഞു. പ്രൊഡക്റ്റർ ആകട്ടെ മാൻഹോളിലെ സ്റ്റെയർ വഴി മുകളിലെ റോഡിലേക്ക് കയറി. തൊട്ടു പിന്നാലെ തന്നെ ഹീറോയുമുണ്ട്. അദൃശ്യനായ പ്രൊഡക്റ്റർ കാറുകളുടെ മുകളിലൂടെയൊക്കെ ചാടി ബിൽഡിങ്ങിന് മുകളിലേക്ക് നിഷ്പ്രയാസം വലിഞ്ഞു കയറി. അത് കണ്ട ഹീറോ തൻ്റെ കാറുമെടുത്ത് അതിന് പിറകെ പാഞ്ഞതും അവനെ വട്ടം വെച്ച് പിടിച്ചു കളഞ്ഞു FBI ഏജന്റുമാർ. ഹീറോയെ അവർ നേരെ കൊണ്ടുപോയത് ഒരു ലാബിലേക്കാണ്. അവിടെ FBI ഏജന്റ് പീറ്ററിന്റെ നേതൃത്വത്തിൽ വർഷങ്ങളായി ഒരു റിസർച്ച് നടക്കുന്നുണ്ട്. മുൻപ് നാസയിൽ വർക്ക് ചെയ്യുന്ന പീറ്റർ
സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് വഴിയാണ് എബിഗൽ ജോയിൻ ചെയ്തിരിക്കുന്നത് തന്നെ. നിങ്ങൾ എന്തിനെയാണ് ഫോളോ ചെയ്യുന്നത്, അതിനെക്കുറിച്ച് ഏതെങ്കിലും ഐഡിയ നിങ്ങൾക്കുണ്ടോ? അത് വെറുമൊരു ഏലിയൻ അല്ല. ചില വർഷങ്ങൾ കൂടുമ്പോൾ നമ്മുടെ എർത്തിൽ ഏറ്റവും കൂടുതൽ വയലൻസും ക്രൈമും കൂടുതലായിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ട് അവിടെ വേട്ടയ്ക്കിറങ്ങുന്നതാണ് ആ ഏലിയൻ്റെ പ്രത്യേകത. നമ്മൾ മനുഷ്യരെക്കാൾ 10 മടങ്ങ് പവറും ടെക്നോളജിയുമുള്ള ഏലിയനാണത്. പിൻവാങ്ങാതെ തനിക്ക് നേരെ ഫൈറ്റ് ചെയ്യുന്ന എതിരാളികളുടെ തലയോടുകൾ ട്രോഫികളായി സൂക്ഷിക്കുന്ന ജന്തുവിനെ ജീവനോടെ പിടിക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ. പീറ്ററിൻ്റെ വാക്കുകൾ കേട്ട ഡാനി ഞെട്ടലോട് അവനോട് ചോദിച്ചു, ആ ഏലിയനെ കൊല്ലുന്നതല്ലേ ഇതിനേക്കാൾ എളുപ്പം? അതിന് സാധിക്കത്തില്ല. ആ ഏലിയനെ ജീവനോടെ പിടിച്ചാൽ മാത്രമേ അവൻ ഉപയോഗിക്കുന്ന ടെക്നോളജിയെക്കുറിച്ച് നമുക്ക് ശരിയായ ഇൻഫർമേഷൻ ലഭിക്കത്തുള്ളൂ. ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യാനുള്ള പവർ ഉപയോഗിച്ചാണ് ആ ഏലിയൻ ഇൻവിസിബിൾ ആകുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ആ ഏലിയനെ പിടിക്കാൻ പോകുന്നതെന്ന് ഡാനി പീറ്ററിനോട് ചോദിച്ചു. ഈ മീറ്റ് ഫാക്ടറിക്കുള്ളിലാണ് ഇപ്പോൾ ആ ഏലിയൻ ഉള്ളത്. നമ്മുടെ ബോഡി ടെമ്പറേച്ചർ വെച്ചാണ് ആ ജന്തുവിന് നമ്മളെ കാണാൻ കഴിയുന്നത് തന്നെ. ടെമ്പറേച്ചർ കവർ ചെയ്യാനുള്ള സൂട്ട് ധരിച്ച് അതിൻ്റെ വിഷൻ ഹൈഡ് ചെയ്തിട്ടായിരിക്കും ഞങ്ങൾ അതിനെ പിടിക്കാൻ ഇറങ്ങുന്നത് തന്നെ. നീ ഇവിടെ ഇതിനുള്ളിൽ ഇരുന്ന് അതിനെ എങ്ങനെ പിടിക്കുന്നുവെന്ന് കണ്ടാൽ മാത്രം മതി എന്ന് പറഞ്ഞ പീറ്ററും ടീമും ഡാനിയെ ലാബിനകത്താക്കിയിട്ട് ഫാക്ടറിക്കുള്ളിലേക്ക് പോയി. ലാബിനുള്ളിൽ ഇരുന്നു കൊണ്ട് മറ്റു ഓഫീസർമാർ പീറ്ററിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട്. അവർ പതിയെ പ്രൊഡക്റ്റിൻ്റെ അടുക്കിലേക്ക് നടന്നു നീങ്ങവേ ശബ്ദം കേട്ട ഏലിയൻ തൻ്റെ വിഷൻ യൂസ് ചെയ്ത് അവിടെ മാകെ ചെക്ക് ചെയ്തെങ്കിലും ഒന്നും കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ പ്രൊഡക്ടർ വിഷൻ മോഡ് ചേഞ്ച് ചെയ്ത് നോക്കിയപ്പോൾ പീറ്ററും ടീമും യൂസ് ചെയ്യുന്ന ലൈറ്റ് അതിൽ വിസിബിളായി. മൂവ് ചെയ്യുന്ന ലൈറ്റ് കണ്ട പ്രൊഡക്ടർ തന്നെ തേടി വരുന്നവരെ വേട്ടയാടാൻ തന്നെ തീരുമാനിച്ചു. അവർക്ക് നടുവിലെ ചാടി വീണ ജന്തു തൻ്റെ കോമ്പി സ്റ്റിക്ക് കൊണ്ട് അതിൽ ഓരോരുത്തരെയും വകവരുത്തിക്കൊണ്ടേയിരുന്നു. സ്ക്രീനിൽ കൂടി അപകടം മനസ്സിലാക്കിയ ഹീറോ തൻ്റെ ആയുധങ്ങളെല്ലാം എടുത്ത് ആ ഫാക്ടറിക്കുള്ളിലേക്ക് പാഞ്ഞു. ഇപ്പോഴും പീറ്റർ പ്രൊഡക്റ്റിനെ ജീവനോടെ പിടിക്കാനുള്ള ശ്രമത്തിലാണ്. പ്രൊഡക്റ്റിൻ്റെ ആക്രമണത്തിൽ തെറിച്ചുപോയ പീറ്ററിനെ ആ ജീവി കൊല്ലാൻ തുടങ്ങിയതും ഡാനി ഡോർ തകർത്തുകൊണ്ട് അകത്തേക്ക് വന്നു. പിന്നെ അവിടെ ഹീറോയും പ്രൊഡക്റ്റും തമ്മിൽ പൊരിഞ്ഞ ഫൈറ്റായിരുന്നു നടന്നത്. മീറ്റുകൾക്കിടയിലൂടെ ആ ഏലിയൻ ഹീറോയെ ഓടിക്കുന്നതിനിടയിൽ ഹീറോ തിരിഞ്ഞു നിന്ന ശേഷം തൻ്റെ ഷോട്ട് ഗൺ കൊണ്ട് തുരെ ആ ജന്തുവിനെ ഫയർ ചെയ്തു. വെടികൊണ്ട് താഴെ വീണ പ്രൊഡക്ടറിൻ്റെ അടുക്കിലേക്ക് ഹീറോ പതിയെ നടന്നെടുത്തു. എന്നിട്ട് അതിൻ്റെ മാസ്ക് മാറ്റി ആ മുഖം കണ്ടതും ഇത്രയും വൃത്തികെട്ട രൂപം താൻ കണ്ടിട്ടേ ഇല്ല എന്നവൻ അറിയാതെ പറഞ്ഞുപോയി. പെട്ടെന്ന് പ്രൊഡക്ടർ ഹീറോയുടെ കഴുത്തിൽ പിടിച്ച് ദൂരേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞു അവനെ. എന്നിട്ട് അവനെ വീണ്ടും ആക്രമിക്കാൻ തുടങ്ങിയതും ഇതിൻ്റെ ഇടയിലേക്ക് പീറ്റർ ചാടി വീണിട്ട് പ്രൊഡക്ടറിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. തൻ്റെ വിസ് ബ്ലേഡ് യൂസ് ചെയ്ത് ആ ഏലിയൻ പീറ്ററിനെ 2 പീസാക്കി കളയുകയാണ് ചെയ്തത്. ഇതുകൂടി കണ്ടതും ഇനി ഇവിടെ നിന്നാൽ എന്നെ ഈ ജീവി 2 കഷ്ണമാക്കുമെന്ന് മനസ്സിലാക്കിയ ഹീറോ അവിടെ നിന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി തൊട്ട് മുകളിലുള്ള ഏണി വഴി മുകളിലേക്ക് വലിഞ്ഞു കയറി. ഹീറോയ്ക്ക് തൊട്ടു പിന്നാൽ ആ ഏലിയനുമുണ്ട്. ഫൈറ്റിനിടയിൽ പ്രൊഡക്റ്റിൻ്റെ ഇൻവിസിബിൾ ആകാനുള്ള മെക്കാനിസം ഡാമേജ് ആയി പോയിരുന്നു. ഇതിനിടയിലാകട്ടെ ഡാനി ഒരുവിധം ബിൽഡിങ്ങിൻ്റെ മുകളിൽ എത്തിയിട്ട് ഒരിടത്തെ പതിഞ്ഞിരിക്കുകയാണ് ചെയ്തത്. ഏത് നിമിഷം വേണമെങ്കിലും പ്രൊഡക്ടർ തന്നെ ആക്രമിക്കാം. ഗൺ റെഡിയാക്കി വെച്ചവൻ പേടിയോടെ ചുറ്റും നോക്കി. പെട്ടെന്ന് പ്രൊഡക്ടർ ഡാനിക്ക് നേരെ തൻ്റെ കോമ്പി സ്റ്റിക്ക് വീശി എറിഞ്ഞതും ഡാനി ഒഴിഞ്ഞു മാറിയത് കൊണ്ട് മാത്രം ലക്ഷ്യം തെറ്റിപ്പോയതിൻ്റെ ഉടനെ തന്നെ അവൻ പ്രൊഡക്ടറിന് നേരെ തുടർച്ചയായി ഫയർ ചെയ്തുകൊണ്ടേയിരുന്നു. അതിൽ നിന്നൊക്കെ വിദഗ്ധമായി പ്രൊഡക്ടർ ഒഴിഞ്ഞു മാറിയെങ്കിലും മാസ്ക് ഇല്ലാത്തതിനാൽ അത് വളരെ ടയേർഡായിരുന്നു. റൂഫിൻ്റെ സൈഡിൽ നിന്നും പ്രൊഡക്ടറിനെ താഴേക്ക് തള്ളിയിടാനുള്ള ശ്രമത്തിൽ ഡാനിയും പ്രൊഡക്ടറിനോടൊപ്പം താഴേക്ക് വീണുപോയി. പക്ഷേ രണ്ടുപേരും താഴേക്ക് വീണതേയില്ല. ബിൽഡിങ്ങിൻ്റെ സൈഡിൽ താഴേക്ക് വീഴാതെ പിടിച്ചു കിടന്ന ഡാനിയുടെ കയ്യിൽ പ്രൊഡക്ടർ തൂങ്ങിക്കിടക്കുകയാണ്. തൻ്റെ സ്മാർട്ട് ഡിസ്ക് വെപ്പൺ ബിൽഡിങ്ങിൻ്റെ വാൾ ഉറപ്പിച്ച ശേഷം അതിൽ കൂടി പിടിച്ചാണ് പ്രൊഡക്ടർ താഴേക്ക് വീഴാതെ തൂങ്ങി നിൽക്കുന്നത്. ഡാനിയുടെ കയ്യിൽ പിടിച്ച് തൂങ്ങിക്കിടന്നുകൊണ്ട് തന്നെ ആ പ്രൊഡക്ടർ തൻ്റെ കയ്യിലെ ബോംബ് ആക്റ്റീവ് ആക്കി. അപകടം മനസ്സിലാക്കിയ ഡാനി ഏത് വിധേനയും തൻ്റെ കയ്യിൽ ആ പിടുത്തം വിടുവിക്കാൻ നോക്കുന്നുണ്ട്. അത് നടക്കാതെ വന്നതോടെ തൊട്ടടുത്ത് തറച്ചിരുന്ന സ്മാർട്ട് ഡിസ്ക് ഒരുവിധം അവിടെ നിന്ന് ഇളക്കിയെടുത്തുകൊണ്ട് പ്രൊഡക്ടറിൻ്റെ കൈ അവൻ വെട്ടി മാറ്റുകയാണ് ചെയ്തത്. ഡാനിയെ പിടിച്ചിരുന്ന കൈ അറ്റുപോയതും പ്രൊഡക്ടർ താഴേക്ക് വീണു. ഒറ്റ കൈയുമായി താഴേക്ക് വീണ പ്രൊഡക്ടർ പൈപ്പുകൾ പിടിച്ച് ഓപ്പോസിറ്റുള്ള ബിൽഡിങ്ങിൻ്റെ വിൻഡോ തകർത്ത് അകത്തേക്ക് വീണു. തിരിഞ്ഞോടുന്ന പ്രൊഡക്ടറിൻ്റെ പിന്നാലെ തന്നെ പോകാൻ ഹീറോ തീരുമാനിച്ചു. ഒരുവിധം അവൻ പൈപ്പുകൾ പിടിച്ച് താഴേക്ക് ഇറങ്ങി. ഇതേ സമയം പ്രൊഡക്ടർ അറ്റുപോയി തൻ്റെ കയ്യിലെ മുറിവിൽ മെഡിസിൻ പുരട്ടുകയാണ്. വേദന കൊണ്ട ജന്തു അലറി വിളിച്ചു. ആ അലർച്ച കേട്ടതും അവിടെ താമസിച്ചിരുന്ന ലേഡി പേടിയോടെ തൻ്റെ ടോയ്ലറ്റിനുള്ളിൽ എന്താണെന്നറിയാതെ അതിന് പുറത്തായി വന്നു നിന്നു. മുറിവുകളിലെല്ലാം മരുന്ന് വെച്ച ശേഷമായി ഏലിയൻ വാതിൽ തകർത്ത് പുറത്തേക്ക് ഇറങ്ങി ഓടി. ഒരുവിധം അവിടെ എത്തിയ ഹീറോ പ്രൊഡക്റ്റിനെ കണ്ട് അന്തം വിട്ട് നിന്ന ലേഡിയോട് ആ ജന്തു പോയ വഴി ചോദിച്ചു മനസ്സിലാക്കിയിട്ട് അതുവഴി ഓടി. പ്രൊഡക്ടർ ലിഫ്റ്റിൻ്റെ വാതിൽ തകർത്ത് താഴേക്കാണ് പോയതെന്ന് മനസ്സിലാക്കിയ ഹീറോ രണ്ടും കൽപ്പിച്ച് ലിഫ്റ്റ് റോപ്പ് വഴി താഴേക്ക് ഇറങ്ങി. താഴേക്ക് ഇറങ്ങുന്നതിനിടയിൽ ലിഫ്റ്റ് തൻ്റെ നേരെ വരുന്ന കണ്ട ഹീറോ കേബിളിൽ നിന്ന് പിടിവിട്ട് താഴെയുള്ള ഹോൾ വഴി ഇരുട്ടിനുള്ളിലേക്ക് വീണു. ഹീറോ നേരെ പോയി വീണതാകട്ടെ ഒരു സ്പേസ് ഷിപ്പിൻ്റെ മുകളിലാണ്. അവൻ്റെ കയ്യിൽ ഇപ്പോഴും പ്രൊഡക്ടറിൻ്റെ ആ സ്മാർട്ട് ഡിസ്ക് ഉണ്ട്. സ്പേസ് ഷിപ്പിൻ്റെ ഉള്ളിൽ കയറി ഹീറോ ചുറ്റും പേടിയോടെ ആ പ്രൊഡക്ടറിനെ തിരിയുന്നുണ്ട്. മങ്ങിയ വെളിച്ചത്തിൽ പതുങ്ങിയിരുന്ന പ്രൊഡക്ടർ പെട്ടെന്ന് ഹീറോയുടെ നേരെ ചാടി വീണ് അവനെ ആക്രമിക്കുകയാണ് ചെയ്തത്. ബ്രിസ് ബ്ലേഡ് കൊണ്ടുള്ള അവൻ്റെ ആക്രമണത്തിൽ ഹീറോയ്ക്ക് പരിക്കു പറ്റിയെങ്കിലും ഒടുവിൽ തൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്മാർട്ട് ഡിസ്ക് കൊണ്ട് ഹീറോ ആ പ്രൊഡക്റ്റിൻ്റെ വയറ് മുതൽ നെഞ്ചു വരെ കട്ട് ചെയ്ത് അവൻ്റെ കഥ കഴിച്ചു കളഞ്ഞു.
എന്നിട്ടും ആ പ്രൊഡക്ടർ മരിച്ചതായി അവൻ വിശ്വസിച്ചതേയില്ല. പതിയെ അവൻ അതിൻ്റെ അടുത്തേക്ക് ചെന്നു. വീണ്ടും നോക്കി. ഇത്തവണ ആ ജന്തുവിൻ്റെ കഥ ശരിക്കും കഴിഞ്ഞു. പെട്ടെന്നാണ് തൻ്റെ തലയ്ക്ക് നേരെ ലേസർ ഡോട്ടുകൾ പതിഞ്ഞത് ഹീറോ മനസ്സിലാക്കുന്നത്. തലയോർത്ത് നോക്കിയവൻ അവിടെ കണ്ടത് തൻ്റെ നേരെ നടന്നു വരുന്ന നിരവധി പ്രൊഡക്ടറുകളെയാണ്. ഒന്നും രണ്ടുമല്ല, 10ഓളം പ്രൊഡക്ടറുകൾ. ഇതോടെ തൻ്റെ കഥ കഴിഞ്ഞെന്ന് അവൻ ഉറപ്പിച്ചിരിക്കെ വന്ന പ്രൊഡക്ടറുകൾ ഹീറോയെ മൈൻഡ് ചെയ്യാതെ മരിച്ചു വരുന്ന പ്രൊഡക്ടറിൻ്റെ ഡെഡ് ബോഡി മാത്രം എടുത്ത് ഉള്ളിലേക്ക് പോയി. പോകുന്നതിന് മുന്നേ കൂട്ടത്തിലെ തലവൻ ഹീറോയുടെ കയ്യിലേക്ക് ഒരു ഗണ്ണും ഇട്ടുകൊടുത്തു. ഒന്നും മനസ്സിലാകാതെ കുറച്ചു നേരം വായും പൊളിച്ച് നിന്നുപോയി ഹീറോ. പെട്ടെന്നാണ് ആ സ്പേസ് ഷിപ്പ് ആകെ കുലുങ്ങാൻ തുടങ്ങിയത്. അതിൻ്റെ വാതിലുകൾ അടയുന്നതിന് മുന്നേ തന്നെ ഹീറോ അവിടെ നിന്നിറങ്ങി പുറത്തേക്ക് ഓടി. സ്പേസ് ഷിപ്പിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ ഹീറോ കഴിവതും അതിൽ നിന്നും ദൂരേക്ക് ഓടിയെങ്കിലും സ്പേസ് ഷിപ്പ് ഉയർന്നതിൻ്റെ പവറിൽ ദൂരേക്ക് തെറിച്ചു വീഴുകയാണ് ചെയ്തവൻ. ആരുടെയും കണ്ണിൽപ്പെടാതെ സ്പേസ് ഷിപ്പ് വന്നിടത്തേക്ക് തന്നെ തിരികെ പോയി. ചാർജിൽ നിന്നും ഒരുവിധം എഴുന്നേറ്റ് വന്ന ഹീറോയുടെ അടുത്തേക്ക് FBI ഏജന്റ് ഓടി വന്നിട്ട് ദേഷ്യത്തോട് ചോദിച്ചു, നിങ്ങൾ കുറുകെ വരാതിരുന്നെങ്കിൽ ഞങ്ങൾ ഏലിയനെ എപ്പോഴും പിടിക്കുമായിരുന്നു. അവൻ്റെ ആ ചൊറിയുന്ന വർത്തമാനം കേട്ടിട്ട് പോലും ദേഷ്യപ്പെടാതെ ഹീറോ സമാധാനത്തോടെ അവനോട് പറഞ്ഞു, നീ നിരാശപ്പെടേണ്ട കാര്യമില്ല. ഉറപ്പായിട്ടും അവർ അടുത്ത തവണ വേട്ടയാടാനായി വരും. നിന്നെക്കൊണ്ട് പറ്റുകയാണെങ്കിൽ നിനക്ക് തന്നെ അവനെ പിടിക്കാം. ഇതോടുകൂടി പ്രെഡേറ്റർ 2 എന്ന മൂവി ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്കും കമൻറ്റും ചെയ്യുക. കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്യണം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, വീണ്ടും കാണാം.